ഇന്ന് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ബാലുശ്ശേരിയിലെ രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. പനിയെത്തി വന്നിരുന്നു. അവൾക്ക് ക്ഷേത്രത്തിലൊന്ന് പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അതിന് പുറപ്പെട്ടത്. അപ്പം അവിടേക്കുള്ളൊരു യാത്രയാണ് കാണുന്നത്. മക്കളൊന്നുമില്ല. മോള് സ്കൂളിൽ പോയി, മോനെ അവിടെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. കോട്ടയൻ്റെ ചുറ്റുമുള്ള വയലും മഴയും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ മുന്നിലൊരു തോടുണ്ട്. അപ്പോൾ ആ തോട് കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്നു. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു. അമ്പലത്തിൽ കുറച്ച് അർച്ചനയൊക്കെ കഴിച്ച് പ്രസാദമൊക്കെ വാങ്ങി കുറച്ച് നേരം ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നിന്നപ്പോൾ വളരെ സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ കുറേ കാലത്തിന് ശേഷം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നു. അനിയത്തി പറയുന്നുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിനെ പറ്റി യൂട്യൂബിലൊക്കെ കാണാറുണ്ടായിരുന്നു, ഒരുപാട് ശക്തിയുള്ള ക്ഷേത്രമാണ് എന്നൊക്കെ. അതിനോടനുബന്ധിച്ചൊരു കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിലൊക്കെ പോയിട്ട് കാലൊക്കെ കഴുകി കുറച്ച് നേരം അങ്ങനെ നിന്നു. പിന്നെ തിരിച്ച് വന്ന് കുറച്ച് നേരം വീണ്ടും തോടിനടുത്ത് നിന്നു, കുളത്തിനടുത്ത് നിന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി അവിടെയുള്ള കെട്ടിടങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം അമ്പലത്തിലിങ്ങനെ സമയം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ഒരു ബോർഡ്, വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വീടിനോടനുബന്ധിച്ചൊരു തോടുണ്ട്. ആ തോടൊക്കെ അനിയത്തി കാണുമെന്ന് പറഞ്ഞ് അവിടെ പോയി വയലിൽ കൂടി കുറച്ച് നേരം നടന്നു. അവിടെ കുറച്ച് കഞ്ഞെണ്ണയൊക്കെ ഉണ്ട്. കഞ്ഞെണ്ണയൊക്കെ വെളിച്ചെണ്ണ മുറുക്കാൻ വേണ്ടി പറിച്ചെടുത്തു. അപ്പോൾ ഇത്ര വിശേഷങ്ങളൊക്കെ. ടാറ്റ ബൈ.